ബാഗും കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നതൊക്കെ ഓർമ്മ വരെയാണ്. സ്കൂളിൽ ഈ ഒരു ബാഗും കൊണ്ട്, ഈ ഒരു ബാഗല്ല, ഇതുപോലൊരു ബാക്ക് പാക്കും കൊണ്ട് പോകുന്നതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതോടെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ബാഗ് കൊണ്ട് പോകണ്ടല്ലോ എന്ന്. ഇപ്പോൾ മദർഹുഡ് പീരീഡിലായപ്പം അതേപോലെ ഒരു ബാഗ് ഇപ്പോഴും ഉണ്ടല്ലോ, അതും തൂക്കി പിടിച്ചുകൊണ്ട് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഗൈസ്, നിങ്ങൾ എന്നെ പോലെ ഒരു ടോഡ്ലറിൻ്റെ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഈ ഡയപ്പർ ബാഗിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബാഗിൽ നിറച്ചു വെച്ചിട്ടാണ് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളൊരു ന്യൂ ബോൺ ബേബിയുടെ പാരന്റ് ആണെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് ആവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഈ ഡയപ്പർ ബാഗിൽ വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിഞ്ഞൂടെങ്കിൽ കോമെന്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാം. ഇത് മാമാസ് ആൻഡ് പപ്പാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇത് ഞാൻ ഖത്തറിൽ എൻ്റെ ഡെലിവറി ടൈമൊക്കെ ആവാറായ സമയത്ത് നമ്മൾ മാളിൽ, ഏതോ ഒരു മാൾ എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു മാളിൽ പോയപ്പോൾ മേടിച്ചതാണ്. അവിടെ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ മേടിച്ചതാണ്, അല്ലെങ്കിൽ ഒടുക്കത്തെ വിലയാണ്. പിന്നെ ഇതിൻ്റെ വില എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്, എനിക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഇതൊരു അടിപൊളി ബാഗാണ്, ക്വാളിറ്റി ഉള്ള അടിപൊളി ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ മോസ്റ്റ്ലി അവൻ ജനിച്ച മുതൽ എല്ലായിടത്തും, ഇപ്പോൾ നാട്ടിൽ പോകണമെങ്കിൽ പോലും ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബാഗ് ഇതാണ്. കാരണം ഇത് ഈ ഒരു സൈസാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ സിനിമാറ്റിക് മോഡിലാണ് എടുത്തോണ്ടിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ സൈസ് നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഇത്രയും സൈസുള്ളൊരു ബാഗ് തന്നെ വേണമെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവന് മിക്സ്ഡ് ഫീഡിംഗ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോമുല എനിക്കിതിൽ വെക്കണം, അതുപോലെ തന്നെ ചൂടുവെള്ളം വെക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്ക് പറ്റിയ ഒരു ബാഗ് തന്നെയായിരുന്നേ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് വീഡിയോയിലോട്ട് കടക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാവേ. അപ്പം ആദ്യം തന്നെ നമുക്ക് ബാഗിൽ വെക്കേണ്ട ഒരു സാധനമാണ് ഡയപ്പർ. കണ്ടില്ലേ, കുഞ്ഞിൻ്റെ ഡയപ്പർ. അപ്പോൾ ഇത് ബാംബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡയപ്പറാണ് കേട്ടോ. ഇത് ബാംബി എന്ന് പറയേ. ഞാൻ അതിൻ്റെ ബോക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയപ്പർ ബോക്സ് കാണിച്ചു തരാം, എൻ്റെ അടുത്തുണ്ട്. ഇതാണ് സംഭവം, ബാംബി. ഇതെനിക്ക് എൻ്റെ ഇതിപ്പോൾ ഓപ്പൺ ആണേ പോണെങ്കിൽ കണ്ടല്ലോ അല്ലേ. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇതുപോലെ റെക്കമെൻഡ് ചെയ്ത്, അതായത് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബാംബി എന്ന് പറയുന്നത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ജനിച്ച മുതൽ ഇപ്പോൾ 1.5 വയസ്സായിട്ടുണ്ട് മോന്. അപ്പോൾ ഈ ഒരു ദിവസം വരെയും അവൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡയപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഡയപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. എപ്പോഴാണ് കുഞ്ഞ് മുള്ളുന്നത് അതുപോലെ അപ്പിയിടുന്നത് എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എവിടെ പോയാലും ഒരു 2 ഡയപ്പർ മിനിമം എൻ്റെ കയ്യിലുണ്ടായിരിക്കും. പിന്നെ ഇനി നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. ഇത് വന്നിട്ട് എമ്രു ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലാണ്. ഈ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. പിന്നെ ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ടേ നല്ലപോലെ അവൻ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് കഴിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും കുടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വരും. സോ ഈ ഒരു ബോട്ടിൽ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ഈ ഒരു സ്നാക്ക് ബോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് എന്നൊക്കെ പറയാം. എന്ത് സാധനം എന്തെങ്കിലും ആവട്ടെ. ഇതല്ല, ചിലപ്പോൾ ഞാൻ വേറെ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇവനിപ്പം ഫുഡൊക്കെ കഴിക്കുന്നത് കാരണം ഇവൻ എപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും സ്നാക്സോ അതല്ലെങ്കിൽ ഫുഡോ, ഇപ്പോൾ ഡിന്നർ കഴിക്കാനുള്ള സമയത്താണ് ഞങ്ങൾ പോകണമെങ്കിൽ ഡിന്നറൊക്കെ ഇതിൽ വേറെ ഏതെങ്കിലും ടിഫിൻ ബോക്സിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം ഫുഡ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ പഴമാണെങ്കിൽ പഴമെങ്കിലും ഞാൻ വെച്ചേക്കുവേ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവൻ എപ്പോഴും വിശക്കുമ്പം ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ അവൻ വയലൻ്റ് ആവും. സോ അതനുസരിച്ച് ഞാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ സ്നാക്ക് ഐറ്റമോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക, ഫുഡ് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് ഫിലിപ്സിൻ്റെ ഒരു ബോട്ടിലാണ്, ഫീഡിങ് ബോട്ടിൽ. അപ്പോൾ ഈ ഒരു ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞാൻ എപ്പോഴും ഇവൻ ജനിച്ച മുതലേ കൊടുക്കുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഫീഡിങ് ബോട്ടിലാണ് അവന് കൊടുക്കുന്നത്. ഇതിലായിരിക്കും പാല് കുടിക്കുന്നത്. പിന്നെ പാലെന്ന് പറയുന്നത് ഇപ്പോൾ സമ്മറൊക്കെ ആയത് കാരണം നമുക്ക് കാച്ചിക്കൊണ്ട് ഇപ്പോൾ ദൂരെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുടിച്ചിട്ടായിരിക്കും പോകുന്നത്. അഥവാ എന്തെങ്കിലും അടുത്താണ് പോകുന്നത്, ഈവനിങ് പാല് കുടിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഞാൻ ഇതുപോലെ ബോട്ടിലാക്കി കൊണ്ടുപോവേ. പിന്നെ ബോട്ടിൽ 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ചേഞ്ച് ചെയ്യും, പുതിയത് മേടിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ ഏറ്റവും, അതായത് എനിക്കിപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം
ഈ ഒരു ബാഗിൽ അല്ലെങ്കിൽ ഏത് ബാഗിലായാലും സാധനം എന്ന് പറയുന്നത് ഇതുപോലൊരു വൈബ്സ് ആണ് ഗൈസ്. വൈബ്സ് ഇല്ലാണ്ട് പറ്റൂല. ഇതിപ്പോൾ ലവ് ലാപ്പിൻ്റെ വൈബ്സ് ആണ്. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ചെന്നൈയിൽ എന്തോ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്ന വൈബ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ വൈബ്സ് ആയിരിക്കും. ഇത് വന്നിട്ട് മോയ്സ്ചറൈസിങ് വൈബ്സ് വിത്ത് അലോവേറയാണ്. ലവ് ലാപ്പിൻ്റെ വാട്ടർ വൈബ്സ് ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഖത്തറിൽ നിന്ന് മേടിക്കുന്നതാണ്. അത് എൻ്റെ കയ്യിൽ തീർന്നു. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് തീർന്നത്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് തീർന്നുകൊണ്ട് ഞാൻ ഈ ഒരു ലവ് ലാപ്പിൻ്റെയും പിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ അത്യാവശ്യത്തിന് വേണ്ടി ലുലുവിന്ന് VOI എന്ന് പറയുന്ന അതിൻ്റെ ഒരു വൈബ്സും കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ തീർന്നില്ല. അതുകൊണ്ടാണ് പിന്നെ വാട്ടർ വൈബ്സ് ഞാൻ മേടിക്കാത്ത. അപ്പോൾ നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പോൾ വാട്ടർ വൈബ്സ് മേടിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ 99% വാട്ടർ വരുന്ന കണ്ടന്റ് അടങ്ങിയ ഒരു വൈബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈബ്സ് ഇല്ലാണ്ട് പറ്റൂല. കാരണം ഞാൻ ചിലപ്പോൾ ഇവന് ഫുഡൊക്കെ കൊടുക്കുന്ന കാറിൽ ഇരുന്നിട്ടായിരിക്കും. അപ്പോൾ കാറിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവന് വായ തുടച്ച് കൊടുക്കാനാണെങ്കിലും എനിക്കിപ്പോൾ കൈ തുടയ്ക്കാനാണെങ്കിലും അവൻ നമുക്കൊരു വെറ്റ് വൈബ്സ് ആകുമ്പം പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള എല്ലാ അഴുക്കൊക്കെ പോവുമല്ലോ. അതായത് പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ഈ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിലേ ഈ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമല്ലോ. പിന്നെ അവനും തുടച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇവ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ടാൻട്രംസ് ഒക്കെ ഉള്ളത് കാരണം അലിമ്പ് കാണിച്ച് കരയാറുണ്ട്. അപ്പോൾ കരയുമ്പോൾ മൂക്കളൊക്കെ വരും. അപ്പോൾ മൂക്കൊക്കെ തുടച്ചു കൊടുക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു വൈബ്സ് എന്ന് പറയുന്നത്. സോ വൈബ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ വൈബ്സ് വെക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം അടുത്തത് എന്ന് പറയുന്നത് കാണിക്കുന്ന വെച്ചാൽ ഡ്രസ്സ്. ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എപ്പോഴും കയ്യിലുണ്ടായിരിക്കും. ചില സമയം 2 ഡ്രസ്സ് വെച്ചിരിക്കും, ചില സമയം ഒരു ഡ്രസ്സായിരിക്കും. അപ്പോൾ ഡ്രസ്സ് എന്ന് പറയുന്നത് അറിയാലോ, കുഞ്ഞു ബേബീസല്ല. പിന്നെ ഫുഡും കൂടെ കഴിക്കുന്ന കാരണം എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് ഒക്കെ ഡ്രസ്സിലൊക്കെ ആവും. അപ്പം മാറ്റി കൊടുക്കാറാണ് പതിവ്. പിന്നെ ഇവിടെ ഖത്തറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കാനും ഡയപ്പർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യം എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും പാർക്കിലാണെങ്കിൽ ശരി, മാളിലാണെങ്കിൽ ശരി, എവിടെ പോയാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഈവൻ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോയിട്ട് നമ്മൾ അവിടുത്തെ സിദ്രയിൽ കയറിയ പോലും ആ ബാത്റൂമിൻ്റെ അകത്ത് പോലും നമുക്ക് ബേബിക്ക് ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ സംഭവവും അവിടെ ഉണ്ടായിരിക്കേ. അവിടെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ എല്ലാം മാളിലൊക്കെ ഇതുപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബേബി ചേഞ്ചിങ് റൂമൊക്കെ ഉണ്ടല്ലോ അതുപോലെ. അപ്പോൾ അതിവിടെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് കാരണം നമുക്ക് വേറെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഈവൻ ഇപ്പം ഞാൻ പെട്ടെന്ന് കാറിലൊക്കെ ഇരുന്നിട്ടാണെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ അങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ മിക്കപ്പോഴും ഇതുപോലെ പുറത്ത് പോകുമ്പോൾ നമ്മൾ മാളിലൊക്കെ ആണെങ്കിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ ബേബി ചേഞ്ചിങ് റൂമിൽ പോയിട്ട് തന്നെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇത്രയും തീർന്നല്ലോ അല്ലേ? ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ അവനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഞാനാണെങ്കിൽ കുറച്ച് ദൂരെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ എക്സ്ട്രാ 2-3 ഐറ്റവും കൂടെ ഈ ബാഗിൽ വെച്ചേക്കും. അതായത് ഡയപ്പറിൻ്റെ അളവ് ഞാൻ കൂട്ടും. ഒരു 1-2 ഡയപ്പർ ഈ ബാഗിൽ വെക്കില്ല, പകരം ഒരു 5-6 ഡയപ്പറെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് കുത്തി നിറയ്ക്കും. ഓക്കെ. പിന്നെ ഫുഡിന് തന്നെ വലിയ പാത്രമായിരിക്കും, വലിയ ടിഫിൻ ബോക്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വെക്കാറുള്ളത്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ല, അങ്ങനെ മേടിക്കുന്നതായാലും അവന് കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഫുഡ്. പിന്നെ വൈബ്സ് എപ്പോഴും വെച്ചിരിക്കും. വൈബ്സ് എന്ന് പറയുന്നത് തീരാറായ വൈബ്സ് ഞാൻ ഒരിക്കലും വെക്കൂല. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ വൈബ്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് വെക്കുന്നത്. ഓക്കെ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ 2-3 ഡ്രസ്സ്, അതായത് ഡ്രസ്സിൻ്റെ അളവ് ഞാൻ കൂട്ടും. കാരണം ഒരു ഡ്രസ്സ് വെച്ചിട്ട് പോയാൽ ശരിയാവില്ല. എപ്പോഴാണ് നമുക്ക് ലോങ് ഒക്കെ ആണെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ അത്രയും മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഒരു ഡ്രസ്സൊന്നും വെച്ച് മാനേജ് ചെയ്യാൻ പറ്റൂല. അവ ഇട്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരു ഡ്രസ്സാണ് സാധാരണ ഇവിടെ അടുത്തൊക്കെ പോകുമ്പോൾ വെക്കാറുള്ളത്. അത് ഞാൻ കാണിച്ചു തന്നല്ലോ. അതല്ലാണ്ട് 2 ഡ്രസ്സെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കും. പിന്നെ അല്ലാണ്ട് നമ്മളിൽ വേറെ ബാഗ് ഉണ്ടല്ലോ, ഹാൻഡ് ലഗേജ് കാണുമല്ലോ. ഹാൻഡ് ലഗേജിൽ എക്സ്ട്രാ കുറേ ഡയപ്പറും ഡ്രസ്സും ഒക്കെ അതിൻ്റെ അകത്ത് വെച്ചിരിക്കേ. പിന്നെ വെള്ളം ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോകും. അതല്ലാണ്ട് ഇത് കണ്ടില്ലേ, ഇത് മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചൂടാക്കിയ വെള്ളം ഉണ്ടല്ലോ, നല്ല ചൂടുവെള്ളമല്ല, ചൂടാറിയ വെള്ളം. അപ്പോൾ ആ ഒരു വെള്ളം നിറച്ച് വെച്ചിരിക്കും. വേറെ ഒന്നിനല്ല, ഇവൻ്റെ വെള്ളം ഈ ഒരു കുപ്പി എന്തായാലും അവൻ തീർക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊണ്ടുപോകാറുണ്ട്. പിന്നെ എയർപോർട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ല, ബേബിക്കായത് കാരണം ഇതൊക്കെ അലോഡാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം കൂടി ബോട്ടിലും കൂടെ ഈ ഒരു ബാഗിൻ്റെ അകത്ത് വെക്കുവേ. പിന്നെ വെയിറ്റ് കൂടുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വെയിറ്റ് ആയാൽ എന്ത്, കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അവനിട്ട് വട്ടാക്കും. പിന്നെ 2 സാധനങ്ങൾ. അപ്പം മെയിനായിട്ട് ഇപ്പോൾ എക്സ്ട്രാ വെക്കുന്നത് എന്താണ്, ഡയപ്പർ വെക്കും, ഡ്രസ്സ് വെക്കും എക്സ്ട്രാ. അതുപോലെ ഈ ഒരു ബോട്ടിൽ ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനം എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഈ ബാഗിൽ ഉണ്ടായിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രോപ്സ് ആണ്. ഇത് വന്നിട്ട്
നമുക്കിവിടെ PHCC നിന്ന് കിട്ടിയ ഒരു നേസൽ, അതായത് നേസൽ കൺജഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോപ്സ് ആണ്. അപ്പോൾ മൂക്കടപ്പ് എന്തെങ്കിലും വരികയാണെങ്കിലോ വന്നാലോ എന്നും പറഞ്ഞൊരു പ്രിക്വേഷൻ ആയിട്ട് ഞാൻ ഇതെടുത്ത് വെക്കാറുണ്ട്. പിന്നെ അവൻ്റെ വൈറ്റമിൻ എപ്പോഴും ഉണ്ടാകും, കാരണം നമ്മൾ എപ്പോഴാണ് ട്രാവൽ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, ഡെയിലി വൈറ്റമിൻ കൊടുക്കണമല്ലോ. ഇത് നമുക്ക് PHCC നിന്ന് തന്ന ഒരു വൈറ്റമിൻ ആണ്. ഇത് 3 ഡ്രോപ്സ് വെച്ചാണ് കൊടുക്കുന്നത് കുഞ്ഞിന്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവന് വൈറ്റമിൻ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൊടുക്കാമല്ലോ ബാഗിലുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ എക്സ്ട്രാ ഞാൻ വച്ചിരിക്കേ. പിന്നെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കൂടെ കുത്തി നിറയ്ക്കാറുണ്ട്, ഫ്ലൈറ്റിലൊക്കെ ഇരുന്നാലും പണിക്കാതിരിക്കാനേ. പിന്നെ നമുക്ക് എന്തെങ്കിലും ലോങ് ഒക്കെ പോകുമ്പോഴേ ഇതുപോലുള്ള ടോയ് ഒക്കെ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇത് കൊള്ളാല്ലേ, നല്ല ക്യൂട്ട് അല്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഖത്തർ എയർവേസിന് കിട്ടുന്നതാണ്. എപ്പോൾ ഖത്തർ എയർവേസിൽ പോയാലും ബേബീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ, ഇതിപ്പോൾ 3 ഉണ്ട്. 2 അവൻ്റെ ബേബി ഫീഡിങ് ഹൈ ചെയറില്ലേ അതിൻ്റെ 2 സൈഡിൽ വാപ്പ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അതിൽ കൊളുത്തിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3 ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ടോയ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഇവൻ ടോയ് ഒന്നും വെച്ച് കളിക്കാറില്ല, എന്നാലും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകില്ല, മുന്നേയൊക്കെ കൊണ്ടുപോകരുത്. നിങ്ങൾ എന്തായാലും വച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത്. പിന്നെ ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ സോക്സ് വെച്ചിരിക്കും. പിന്നെ സോക്സ് ഒന്നും അധികം ഇട്ട് കൊടുക്കാറില്ല, AC ഒക്കെ നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ സോക്സ് ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകണത് തന്നെ, അല്ലാണ്ട് എക്സ്ട്രാ ഇങ്ങനെ വച്ചിരിക്കും, അങ്ങനെ മാറ്റി കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ എൻ്റെ ടോഡ്ലറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, അപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ബോൺ ബേബീസിൻ്റെ ഉമ്മമാർ വല്ലതും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി ചെയ്യാനൊക്കെ പോകുന്നേ ഉള്ളൂ, ബാഗിൽ എന്തൊക്കെ വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്താലും ഞാനൊരു ന്യൂ ബോൺ ബേബിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങൾ എന്തൊക്കെയാണ് ബാഗിൽ വെക്കേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിടാം. ഓക്കെ, ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാരെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നിങ്ങൾ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.